പായസം അത് ശരി. നാളെ മാർച്ച് 19 അല്ലേ? അപ്പൊ കണ്ണമലപ്പള്ളിയിൽ ഉണ്ണി കൊണ്ടിട്ടാണ്. നമ്മളിന്ന് പോയിട്ടുണ്ടായില്ല. മാർച്ച് 19 എന്ന് വെച്ചാല് പെട്ടെന്ന് എനിക്ക് അതിനൊരു കൺഫ്യൂഷൻ വന്നിട്ട്. കാരണം എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മാർച്ച് 19 എന്ന് പറഞ്ഞാൽ മാർച്ച് 18 പിറ്റേ ദിവസമാണ് 19. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്കൊരു വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് മാർച്ച് 19 എന്ന് പറഞ്ഞാൽ ഔസേപ്പിതാവിന്റെ മരണ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് എല്ലാ വർഷവും. നമ്മൾ ഈ കൊച്ചിയിലേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കണതെന്ന് എൻ്റെ ഒരു അറിവില്ല കേട്ടോ, എനിക്കറിയില്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, അതെങ്ങനെ നിങ്ങൾ അവിടെ ഉണ്ടോയെന്ന്. ഒട്ടുമിക്ക എല്ലാ പള്ളികളിലും നമ്മൾ ഇങ്ങോട്ട് മാർച്ച് 19 ആഘോഷിക്കാറുണ്ട് കേട്ടോ. തലേദിവസം അതായത് ഇന്ന് 18-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. 18-ാം തീയതി ഞാൻ നമ്മളുടെ പള്ളിയിൽ പോയപ്പോഴേക്കും നല്ല ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് വന്നിരുന്ന് സദ്യ ഉണ്ടാക്കലും ഭക്ഷണം കഴിക്കലും എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ കണ്ണമാലിപ്പള്ളിയിലാണ് കേട്ടോ ഭയങ്കര ആഘോഷം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പല ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് അങ്ങനെ സദ്യ കഴിക്കാനും പ്രാർത്ഥിക്കാനും ഔസേപ്പിതാവിനെ നേർച്ചിടാനൊക്കെ ഒരുപാട് ദൂരെ നിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ. ഒരു തിങ്ങി നിറഞ്ഞ ജനങ്ങളായിരിക്കും. അങ്ങോട്ട് വണ്ടി പോകാനോ അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനേ പറ്റുള്ളൂ. 2-3 കിലോമീറ്റർ അപ്പുറം വണ്ടി ഇട്ടിട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ. അത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ മാർച്ച് 19-ാം തീയതി രാത്രിയാണ് നമ്മളുടെ പള്ളിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് രാത്രിയാണ് നമ്മൾ അവിടെ പോവാറ്. അപ്പോഴും നമുക്ക് ചോറ് കഴിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു നേർച്ചയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കണ്ണമലപ്പള്ളിയിൽ നേർച്ച അത്രയും കാര്യമായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്ത് കേട്ടോ. കുഞ്ഞിക്കിളിക്കും കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയ ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീർന്ന് അപ്പൊ കൊണ്ടുവന്ന് കുപ്പി അങ്ങനെ തന്നെ തീർന്നിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ ഇത് ആനവായിൽ അമ്പഴങ്ങ പോലെയാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ നേർച്ച ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതിനനുസരിച്ച് കഴിക്കാമല്ലോ. പിന്നെന്താ, അപ്പൊ നമ്മളുടെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റണില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല, ഭയങ്കരമായ തടസ്സങ്ങൾ തന്നെയാണ്. അപ്പം എന്തായാലും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ് കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.